ഹലോ ഗായ്സ്, ഇന്ന് വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു ഗപ്പി ബ്രീഡ് ആവുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും ചെറിയ ഗപ്പി കുട്ടികളെ. സോ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും എങ്ങനെയാണ് ഫുൾ ഗപ്പി കുട്ടികളെ സേവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞുതരാൻ വിചാരിച്ച്. സോ നമ്മൾ ആദ്യം തന്നെ എന്താക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ആവാറായി എന്ന് തോന്നിയ ആ ഗപ്പീസിനെ പിടിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടുക. ബട്ട് ഇവിടുത്തെ ബ്രീഡിംഗ് ബോക്സിന് കുറച്ച് കണ്ണിൻ്റെ വലിപ്പം കൂടുതലാണ്. പിന്നെ ഞാൻ എന്താക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോക്സ് ടെയിൽസ് എടുത്ത് വെക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡായ ഗപ്പിക്കുട്ടികൾക്ക് പോയി ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള ഗപ്പിക്കുട്ടീനെ പ്രസവിച്ച് ആ ഗപ്പിക്കുട്ടീനെ ഒന്ന് എടുത്ത് മാറ്റുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൽ ഗപ്പീസും മറ്റ് ഗപ്പികളൊക്കെ അതിനെ തിന്നും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇത് നമ്മൾ ഇന്നലെ പ്രസവിച്ച ഗപ്പിക്കുട്ടികൾ എപ്പോഴാണ് ഇറക്കി വിടുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ അത്യാവശ്യം സൈസ് വെച്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജനിച്ച പാടുന്നായിട്ട് ഇങ്ങനെ മൊയിനെ കൊടുത്ത് തുടങ്ങും. ഇത് പിന്നെ വേറൊരു ഗപ്പിയാണ്, അത്യാവശ്യം നല്ല വയറുള്ള. അതിന് ഞാൻ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ഈ മാറ്റിയിട്ട ഗപ്പികൾക്ക് ഞാൻ അപ്പം തന്നെ മൊയിനെ കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഗപ്പി ആ കുട്ടികളെ തിന്നുന്ന കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് എടുത്ത് വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗപ്പി കുട്ടികളെ തിന്നുന്ന അധികം കണ്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.